Dear students, welcome to a new class on new numbers. In the last class we have discussed that new numbers also can be called irrational numbers. What are the properties of irrationals? Irrationalsനെ നമ്മൾ ഡെസിമൽ ആക്കി എഴുതിയപ്പോൾ കണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? That decimal part never terminates, never repeats. അതാണ് ഒന്ന്. മറ്റൊന്ന്, when we write irrationals, for an example root 2 in the form of p by q, we could get many contradictions. അപ്പോൾ റൂട്ട് ടുവിന് പി ബൈ ക്യൂ വിത്ത് പി ആൻഡ് ക്യൂ ആസ് ഇൻറ്റിജേഴ്സ് എന്ന രീതിയിൽ പി ബൈ ക്യൂ അതായത് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റില്ല എന്ന് കണ്ടു. റൂട്ട് ടുവിന് മാത്രമല്ല റൂട്ട് 3യും റൂട്ട് 5നെയും ഒക്കെ നമ്മൾ ഇതേപോലെ പി ബൈ ക്യൂ എന്ന ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മെനി കോൺട്രഡിക്ഷൻസ്. ഓക്കെ, അതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാൻ കഴിയില്ല. അപ്പൊ ഇറാഷണൽസിനെ, ന്യൂ നമ്പേഴ്സിനെ നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഡെസിമൽ പാർട്ട് നെവർ ടെർമിനേറ്റ്സ് നോർ റെക്കേഴ്സ്. ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ കുറെ കോൺട്രഡിക്ഷൻസ്, പരസ്പര വിരുദ്ധമായ കുറെ കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. Therefore, irrationals cannot be expressed in fraction form with numerator and denominator as integers. ഈ പ്രശ്നങ്ങളൊക്കെ ഇറാഷണൽസിനുണ്ടെങ്കിലും we could construct lines with irrational length. ഇറാഷണൽ ലെങ്ത് ഉള്ള ലൈൻസ് വരയ്ക്കാൻ നമുക്കറിയാം. അതിനുള്ള മെത്തേഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഹൗ ക്യാൻ വി ഡ്രോ ലൈൻസ് വിത്ത് ഇറാഷണൽ ലെങ്ത്, അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രയാങ്കിള്, ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി. ദി അതർ ടു ആംഗിൾസ് ആർ 30 and 60. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സിൽ ഇറാഷണൽ ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് സൈഡ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ട്രയാങ്കിളിനെ സംബന്ധിക്കുന്ന ഡിസ്കഷൻ ആണ് ഇനി നടത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു പ്രോബ്ലം തന്നിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കാണാൻ പോകുന്നത്. സി, here I am giving you a problem that is from your textbook. See the problem. Here, a square is drawn on the altitude of an equilateral triangle of side 2 meters. Here, an equilateral triangle is drawn and a square is drawn. One side of the square is the altitude of the triangle. First one, what is the area of the square? We need to calculate this area of this square. അതിൻ്റെ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഗ്രേറ്റ്സ് വൺ സൈഡ്. ദാറ്റ് സൈഡ് ഇസ് ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ ടു സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ ബിലോ? ഈ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് സൈഡ്സ്, ഒരു സൈഡ് ഇവിടെ അറിയാം, ഈ രണ്ട് സൈഡ്സ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. ദിസ് ട്രയാങ്കിൾ ഈസ് നത്തിങ് ബട്ട് ദിസ് വൺ. ഇതിനും കൂടെ എടുത്ത് വെച്ചതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. ആൻഡ് സോ let us have it done. See, this one is an equilateral triangle, and so we know this angle will be 60 degree. All angles of an equilateral triangle will be 60 degree. When we have dropped a perpendicular from this vertex downwards, here this angle is 90 degree and this will be a 30 degree. Okay, and so this one is the triangle with 30 degree, 60 degree, 90 degree. അത് നമ്മൾ കാണും. ആദ്യം നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് ഒന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us name the triangle be ABC. Let ABC be the triangle. അതിന് നമുക്ക് പേര് കൊടുക്കാം ABC be the triangle. Let AD be the perpendicular drawn from A to BC. Now see, AB is equal to 2 meter. It is given AB is equal to 2. നമുക്ക് എഴുതാം അവിടെ AB is equal to 2. Now AD is the perpendicular drawn from the vertex A to the side BC. In an isosceles triangle, we know when we drop a perpendicular from vertex to base, it will bisect the base. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവും. Therefore, AB 2 meters mean BC also 2 meters. As AD bisect BC, BD is equal to half of the full length. Therefore, this will be 1 meter. Let us write those things.
AD. AD is perpendicular to BC. അങ്ങനെ ഇതുകൊണ്ട് എന്ത് സംഭവിക്കണം? AD bisects BC. Therefore, let us write BD is equal to 1 meter. Now this length is 1 meter. This one is 1 meter. This one is 2 meters. This one is 1 meter. How can we calculate AD? AD squared is equal to, or altitude square is equal to, AD square is the altitude. In a right triangle, AD square, one smaller side square is equal to hypotenuse square minus other side square. In that way, it is AD square is equal to AB squared minus BD squared. Therefore, AB squared minus BD squared, that's equal to AB squared, 2 squared minus 1 squared, that's equal to 4 minus 1, that's equal to 3. AD squared is 3. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് what is the area of the square എന്നുള്ള ആൻസർ ആയല്ലോ. The first one, see, area of square is equal to area of square is equal to its one side square, that is AD squared. Okay, ഒരു സൈഡ് square in the area പറയാൻ we need only to get its one side, its square will be the area. Here square of its one side is 3, therefore area is 3 meter squared. Now we have calculated that one. Now what about its altitude? What is the altitude of the triangle? That is how much is this length? ഈ length എന്താണ്? Okay, the second part, see, AD squared is equal to 3, that is there with us. AD square ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. AD square is equal to 3. Therefore, AD is equal to what? Therefore, AD is equal to root 3. Okay, square of AD is 3. ഈ ലെങ്ത്തിന്റെ സ്ക്വയർ ആണ് 3. അപ്പോൾ ആ ലെങ്ത് എന്തായിരിക്കും? Which number gives square 3? അതാണ് AD, that is root 3. ഇത് ഇറാഷണൽ ആണെന്ന് അർത്ഥം. AD ഇറാഷണൽ ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ആയില്ലേ? ഈ ട്രയാങ്കിൾ തന്നെ അല്ലേ ഇത്? See, we know this angle will be 60 degree because it is ABC is an equilateral triangle. This one drawn perpendicular, therefore here it is 90 degree, and so this angle will be 30 degree. Total interior angle is 180 degree. ഈ ആംഗിൾ 30 ആണെന്ന് അല്ലാതെയും പറയാം, because this one bisects this total angle. Therefore this will be 30. അപ്പോൾ ഈ 30 ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉണ്ടാകുന്ന 60 ഡിഗ്രി ഇങ്ങോട്ട് വെച്ചാണ്. Now 90 degree opposite side is the hypotenuse 2 meter, that is there here, and so the third part question's third part, what are the sides of the triangle? അപ്പോൾ നമുക്ക് അത് ഇവിടെ മാർക്ക് ചെയ്യാം. എന്തൊക്കെയാണ്? ഇത് 2 ആണെന്നുണ്ടെങ്കിൽ this side 2 mean 30 degree opposite side. ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 1 ആയിട്ട് വന്നത്. Therefore this one is 1. Okay, ഇത് 60 ആണ്. 60ന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് root 3 ആയിട്ട് വന്നത്. Therefore ഇതാണ് 60, its opposite side, this will be root 3. Now all sides are determined. Now the sides of the triangle are, നമുക്ക് എഴുതാം sides of the triangle. Sides of the triangle. ആ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്തൊക്കെയാണ്? ഒന്ന് 2 മീറ്റർ തന്നെയാണ്. നമുക്ക് ചെറുതിൽ നിന്ന് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ it is 1 meter, root 3 meter, 2 meters. They are the sides of the triangle. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ട് ഈ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ നോട്ടിൽ എഴുതുക. ഓക്കെ, ഇവിടെ കണ്ട പ്രോപ്പർട്ടി നമുക്കിപ്പോൾ പറയാം. റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് എക്സ്പ്ലനേഷൻ ആസ് ഇറ്റ്സ് ആൻസർ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കാര്യം നമ്മൾ വേറെ ഒന്ന് എഴുതുകയാണ്, ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, ദിസ് വിൽ ബി ദെൻ 90 ഡിഗ്രി. ഇങ്ങനൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതെങ്കിലും ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളത് എങ്ങനെ പറയും എന്നുള്ളതാണ്. ഈ ട്രയാങ്കിൾ ഒന്നുകൊണ്ട് മാറ്റി വയ്ക്കാം, ശ്രദ്ധിക്കുക. അതെങ്ങോട്ട് മാറ്റി വരച്ചു സപ്പോസ് ചെയ്തോളൂ.
ദിസ് ആംഗിൾ ഈസ് നൗ ഇത് 90 ആണ് സപ്പോസ് ചെയ്യുക. ഇനി ഈ രണ്ട് ആംഗിൾസ് എടുക്കുക. ഈ രണ്ട് ആംഗിൾസ് ഇത് ചെറുതാണ്, ഇത് 30 ആണ്, ഇത് 60 ഡിഗ്രി ആണ്. ഏത് ഓർഡറിൽ വരച്ചാലും പ്രശ്നമില്ല. ലെറ്റ് ദിസ് ബി 30 ഡിഗ്രി, ദിസ് വൺ ഈസ് 60 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ സപ്പോസ് ചെയ്തത് എന്ന് വിചാരിച്ചു. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ, 1 യൂണിറ്റ് എന്നായിരുന്നു നമ്മൾ നേരത്തെ പറയുന്നത്, ഇതൊരു എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കുക, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലുള്ളത് ഇവിടെ ഇതാണെങ്കിൽ, ഇവിടെ ഡബിൾ ഉണ്ടായിട്ടാണ് ഇവിടെ 1, ഇവിടെ 2 ഉണ്ടായിട്ടാണ് ഇവിടെ 1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുത്താൽ ഇവിടെ 2 നേടും, ഇവിടെ 2 എന്ന് കൊടുത്തെങ്കിൽ ഇവിടെ 4 നേടും, കാരണം അതിൻ്റെ ഹാഫാണ് ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 2x എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 2x എന്ന് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൽ ഞാനൊരു ABC എന്ന് പേര് വിളിക്കുകയാണെങ്കിൽ ABC. വാട്ട് അബൌട്ട് AB സ്ക്വയർ? AB സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു, AB സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് AC സ്ക്വയർഡ് minus BC squared. AC squared minus BC squared. What about AC squared? AC squared is 2x whole squared minus BC squared is x squared. നമ്മൾ നേരത്തെ 2 square minus 1 square എഴുതിയില്ലേ, അതുപോലെ this will be 2x whole square will be 2നും സ്ക്വയർ കൊടുത്തോളം എക്സിനും സ്ക്വയർ കൊടുത്തോളം. Therefore it is 4x squared minus x squared. When from 4x square, when 1x square is subtracted, it will be 3x squared. AB square ആണ് എന്ത്? 3x squared. Therefore, AB will be what? It will be square root of 3x squared. What do we see? The square root ഉള്ളിൽ നിന്ന് സ്ക്വയർ ഉണ്ടെങ്കിൽ 1 number will get out. 3ക്ക് സ്ക്വയർ ഇല്ല, 3 അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ √3 റൂട്ടിൻ്റെ അകത്ത് തന്നെ നിൽക്കും. എക്സ് സ്ക്വയർ വെൻ ഗെറ്റ് ഔട്ട് ഓഫ് ദി സ്ക്വയർ റൂട്ട് ഇറ്റ് വിൽ ബി എക്സ്. അപ്പം എന്താ പറഞ്ഞത്? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ദിസ് വിൽ ബി AB, see the AB, that will be √3x. When we take the 30 degree opposite side by x, we see the 60 degree opposite side will be √3x and 90 degree opposite side will be 2x. x 1 ആണെങ്കിൽ this will be √3 into 1, it is √3. 90 degree opposite side 2 into 1 will be 2 like that. അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡ് നോൺ ആണെങ്കിൽ മറ്റുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്ന് ഇറാഷണൽ ലെങ്ത്തും ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. ഒരു റിസൾട്ടാണത്. എങ്ങനെ ഒന്ന് കിട്ടിയാൽ മറ്റുള്ളത് കാണും എന്ന് പറയാനുള്ളത്. ഓക്കെ, റൈറ്റ്, ഡ്രോ ദിസ് ഫിഗർ ആൻഡ് ദിസ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി നമുക്ക് പേജ് നമ്പർ 52 ഏതാണ് ചോദ്യങ്ങളുടെ ആൻസർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. See the first question from the page 52. See, the hypotenuse of a right triangle is 1.5 meters and another side is ½ meter. Calculate its perimeter correct to a centimeter. That means hypotenuse of a right triangle is 1.5. Hypotenuse തന്നിട്ടുണ്ട്. And another side is ½ meter. നമ്മൾ അതിൻ്റെ റഫ് ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് ഒരു പേര് കൊടുക്കാം. എന്നിട്ട് ABC പീസിന് ABC, one angle, let us suppose this one is 90 degree. Hypotenuse is 1.5, and another side is half. This half one. Suppose here, how much is this one? That is the question. Perimeter കാണണമെന്നുണ്ടെങ്കിൽ, that means total boundary length of this triangle, if it is to be calculated, we must get the side, unknown side AB. അപ്പോൾ AB ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. AB squared is equal to, see, AB squared is equal to AC squared minus BC squared. Now, what about AC squared? AC, it is 1.5 squared. 1.5 squared minus BC squared is ½ squared. Now, 1.5 square. 1.5 നമുക്ക് 3/2 എന്ന് പറയാലോ. 3/2 squared minus ½ squared. That's equal to 3/2 squared. രണ്ടിന് square കൊടുക്കണം. Both the numerator and denominator should be squared. 3/2 squared will be
9 by 4 minus 1 by 2 squared will be 1 by 4. Both get denominator 4. Therefore, 9 minus 1 all divided by 4. 9 minus 1 is 8 by 4. That's equal to 2. What do we see? AB square is equal to 2. Therefore, AB in the length of എന്താണ്? AB in the length. AB in the length in the square ആണ് 2. Therefore, AB, which number gives a square 2? ഏത് number ആണ് square 2 തരാം? Which number gives a square 2? AB is equal to which number gives a square 2? അതിനെയാണ് നമ്മൾ square root of 2 എന്ന് പറയുന്നത്. Okay. Approximately, we are not able to tell it exactly which number gives a square 2. We can only tell an approximate value. It is 1.4142, etc. It goes like that. That much meter is the length of AB. AB in the length of the 1.4142, etc. What about this one? It is 1 meter. 1 meter മാത്രമല്ല, വീണ്ടും സംതിങ് ബാക്കിയുണ്ട്. How much is the 1 meter? Then this 41 represents 41 centimeters. The question asks us to correct to centimeter. Therefore, 1 meter 41 centimeter. This 4 will be what? 4 will be 4 millimeter. 1 meter 41 centimeter 4 millimeter. What about this 2 represents? ഇത് വീണ്ടും ഒരു മില്ലിമീറ്ററിനെ 10 പാർട്ടാക്കിയതിൽ 2 പാർട്ട് വീണ്ടും ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മളോട് സെന്റിമീറ്റർ വരെ കറക്റ്റ് ആക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 41 വരെ പറഞ്ഞാൽ മതി, അത്ര സെന്റിമീറ്ററേ ഉള്ളൂ. മില്ലിമീറ്റർ പറയണ്ട, മില്ലിമീറ്റർ ഇതിൻ്റെ താഴേണ്ട ഒന്നും പറയണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? Therefore, perimeter is equal to perimeter. Perimeter is equal to 1.5 plus half plus at last 1.41. That's equal to 1.5 plus 1/2 2. 2 plus 1.41. It is 3.3 meters and 41 centimeter. Okay, that is 3.41 meter. We told the answer correct to centimeter. Centimeter വരെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Correct to a centimeter. ഒരു സെന്റിമീറ്റർ പോലും നമ്മൾ വിട്ടിട്ടില്ല. Okay, we left only millimeter and ഇതിൻ്റെ താഴെയുള്ളതേ വിട്ടിട്ടുള്ളൂ. Okay. And so, write this question in your notebook, this figure there and this explanation. Okay, how to do. Now, let us go to next question. Second question. Read it. The picture shows an equilateral triangle. Equilateral. Cut into 2 halves by a line through a vertex. Made into 2 pieces by drawing a perpendicular from this vertex. What is the perimeter of a part? ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? ഇതിൽ ഒന്നിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ്, അതാണ് ക്വസ്റ്റ്യൻ. സി സെക്കൻഡ് പ്രോബ്ലം. ദാറ്റ് മീൻ ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ ഇത് കിട്ടും നമുക്ക്. How much less than the perimeter of the whole triangle is this? Or that means this triangle get a perimeter and the initial triangle also will get a perimeter. How much this part will be less than that of the, how much the perimeter of the small triangle is less than that of the given initial triangle. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ പെട്ടെന്ന് പറയാലോ. നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ പറയാം. പെരിമീറ്റർ ഓഫ് ദി വൺ പാർട്ട്, സി perimeter of one part is equal to, അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ, perimeter of one part is equal to, ഒരു സൈഡ് 2 ആണ്, 2 plus. What about this one? If this one is 2, this will be 30 degree. Its opposite side will be half of this one. Okay, ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണെങ്കിൽ ഈ ലൈൻ ഇതിനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. This will be 1. 2 plus 1 plus this will be what? ഇതെന്തായിരിക്കും? അത് √3 ആയിരിക്കും. √3 is that one. That's equal to 3 plus √3. What about the approximate value of √3? √3യുടെ approximate value, it is 2.73.
sorry, 1.73 it is. അപ്പോൾ നമുക്കത് എഴുതാം. That's equal to 3 plus 1.732 അല്ലെങ്കിൽ simply 4.73 meter is the perimeter of one part of the triangle. Now, perimeter of the initial triangle. Perimeter of initial triangle. Given triangle perimeter എന്താ? Initial triangle എന്തായിരിക്കും? Its all sides are 2 meters. Therefore, 2 plus 2 plus 2 gives us 6 meter. How much this perimeter of this one will be less than the initial triangle? അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? The difference is how much less? That is the difference is. The difference എന്ന് പറയുന്നത് 6 ആണ് വലുതിൻ്റെ perimeter. അതിൽ നിന്ന് 4.73 മൈനസ് ചെയ്യേ വേണ്ടു. ഓക്കെ, 4.73. 6 minus 4, it is 2. 2 എന്ന് വീണ്ടും 0.73 മൈനസ് ചെയ്യണം. It is 1.27. It is 1.27 meter is the perimeter, or the difference, or this will be 1.27 less than that of the initial given triangle. Okay, you can write such a question and this one in your notebook. Now let us go to third question. Read the question. Calculate the perimeter of the triangle shown below. We need to find out the perimeter of this triangle. One angle 30 degree, 105 degree, 2 meters. How can we find out these two sides? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അങ്ങനെ വരച്ച് ഒരു ചിത്രം കൊണ്ട് മാറ്റി വരയ്ക്കുക. സി, this one is the perpendicular drawn from this vertex to here. അതാണ് നമുക്ക് ട്രയാങ്കിളിന് പേര് കൊടുക്കാൻ പറ്റും. എ ബി സി ബി ഇറ്റ്സ് നെയിം. എ ബി സി, ഈ ബി സി ബി the triangle. Let this point be d like that. We have drawn perpendicular, and so this one is 90 degree. AB is 2 meter, it is given. This angle, one angle is 30 degree. This total angle is 105 degree there. See, this total angle is 105 degree. When we have dropped a perpendicular from here to this one, here this one 90 degree means this angle will be 60 degree. See, this will be now 60 degree. 60 degree. We know this total angle is 105 degree. Here this one is, we get it as this one alone is 60 degree. Therefore, total 105 degree. This will be 45 degree. This angle will be 45. This will be 45. See, this one 90 degree. This angle is 90 degree. These two angles together should be 90 degree. One of them is 45 degree. This will be 45 degree then. Now all angles are determined. എല്ലാ ആംഗിളും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ 90 degree opposite side 2 ആണ്. What will be this 30 degree opposite side? That is this one. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡബിൾ ആണ് ഇതിന് കിട്ടുക. Therefore this will be BD will be from figure. നമുക്ക് അങ്ങനെ എഴുതിയാൽ മതി. From figure we can see, from figure BD is equal to 1 meter. BD 1 ആണ് നമുക്ക് കാണാൻ പറ്റും. This one is 1 meter. What about AD then? AD, it is 60 degree opposite side. Therefore AD is equal to root 3. Okay, 1 root 3 2. AD is equal to root 3. Perimeter കാണുന്നുണ്ടെങ്കിൽ ബാക്കി ഇനി DC കിട്ടണം, BC കിട്ടണം. Now see the triangle BDC. What we can tell that one? From triangle BDC. From triangle BDC, it is isosceles right angle triangle. It is isosceles right angled triangle. What is the properties of an isosceles right angled triangle? An isosceles right angled triangle, അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ ഒരു isosceles right angled triangle വരച്ചിട്ടുണ്ട്. Just suppose this one is 90 degree. These two sides are equal because it is isosceles. Okay, and so these two angles are also should be equal. Isosceles ആയതുകൊണ്ട് ഈ രണ്ട് angles equal ആണ്. Their sum is 190 degree because this one alone 90 degree means these two angles together must give 90 degree to become total 180.
അപ്പോൾ ഇത് 45 ആണ്, ഇത് 45 ആണ്, ഇത് 45 degree. Therefore, the other angle is also 45 degree. This one. And so, the side, ഈ isosceles ആയതുകൊണ്ട് രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈ 45 degree opposite side, if this one is x, okay, the other 45 degree opposite side also should be x. How much should be this one then? That's equal to, ഈ സൈഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? That can be calculated. That is, side is equal to root of square root of, or hypotenuse is equal to the root of base square plus altitude square. X square plus x square is equal to root of 2x square. Root x square under that x will get out, 2 will lie inside the square root of 2. Root 2 into x. This will be what? Root 2 into x. How much is there here the length? It's root 2 times will be there to this one. ഇവിടെ 1 ആണെങ്കിലും if this side is equal to 1, this one is also 1. This will be root 2 into 1 will be root 2 like that. അങ്ങനെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു ഐസോസെൽസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ see this triangle BDC, it is triangle BDC, it is isosceles right angled. BDC BD നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 ആണ്. Therefore, DC also should be what? 45 degree opposite side is here, this one. Therefore, this 45 degree opposite side DC also should be 1. Therefore, since BD is equal to 1, DC is equal to 1. Therefore, BC will be what? BC will be root 2. Now, the perimeter of triangle ABC. Therefore, നമുക്ക് given triangle ABC, therefore perimeter is equal to perimeter of given triangle is equal to given triangle. How can we write it? Now this AB, this much length, it is 2 plus, now this much length, this total length, that is sum of these two pieces, AD, we have calculated it as root 3. DC, that it is 1. Therefore, root 3 plus 1. Root 3 plus 1 plus. Now, BC, how much will be BC? BC is root 2 plus root 2. That's equal to, this 2 plus 1 can be written as 3 plus root 3 plus root 2. Okay. Now, root 3 is 1.732, root 2 is 1.41. Write down it is, but here it is not told to adjust the decimal place for centimeter like that. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിച്ചാലും മതി. This much meters. If it is told find the answer for correct to a centimeter എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ root 3ന്റെ വാല്യൂ ആയിട്ടുള്ള 1.73, this root 2ന്റെ വാല്യൂ 1.41, അതൊക്കെ വെവ്വേറെ കൊടുത്തിട്ട് ആഡ് ചെയ്യാം. Okay, at that time we will get the answer in correct to centimeter. ഇപ്പോൾ നമുക്ക് ഇവിടെ നടത്താം, ഒന്നും പറഞ്ഞിട്ടില്ല. And so this one is the third question. This question and these steps in your notebook have to return. ഇനി ഞാൻ ഏതാനും ഹോംവർക്ക് നിർദ്ദേശിക്കാം, ശ്രദ്ധിക്കുക. പേജ് നമ്പർ 49ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 and 5. Explain two different methods of drawing a square of area 13 square centimeters. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 13 ആകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ സൈഡ് ഷുഡ് ബി റൂട്ട് 13. ഹൗ ക്യാൻ ബി ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് റൂട്ട് 13? റൂട്ട് 13 ഉണ്ടാക്കാനുള്ള വഴി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, പറയണ്ട. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സ്മോളർ സൈഡ്സ് ആയിട്ട് 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും, റൈറ്റ് ട്രയാങ്കിളിൻ്റെ സ്മോളർ സൈഡ്സ് 2ഉം 3ഉം. Therefore, what will be hypotenuse of root of 2 square plus 3 squared? അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫൈൻഡ് 3 fractions larger than root 2 and less than root 3. ഫ്രാക്ഷൻ കാണാനാണ് larger than root 2 and less than root 3. ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ഫ്രാക്ഷൻസ്. root 2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വി നോ ഇറ്റ് ഈസ് 1.41. ഇത് 1.73. ഓക്കെ, 1.4 ൻ്റെ മുകളിലാണ് ഇത്
1.5 1.6 ഒക്കെ ഇതിൻ്റെ ഇടയിലാണ്. മതിയല്ലോ, ആൻസർ ആയില്ലേ. 3 ഫ്രാക്ഷൻസ് 1.7 1.5 1.6 1.7. ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? കൂടുതൽ ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. പേജ് നമ്പർ 52-ല് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഫോർത്ത് പേജ് നമ്പർ 52-ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായി ചെയ്യാം. ഓക്കെ, നീ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ദീസ് 3 questions are homework for you. How it done? Anyway, let us conclude here. Okay, thanks.